നമ്മളെല്ലാവരും നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്നവരല്ലേ? എന്നാലും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വലിയ മല കയറുന്ന പോലെ തോന്നാറില്ലേ? ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം നമ്മുടെ ബന്ധങ്ങളെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കാം, കൂടുതൽ അർത്ഥമുള്ളതാക്കാമെന്ന്. ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബന്ധങ്ങളെപ്പറ്റിയൊന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു ഭാരം, ഒരുതരം മടുപ്പ്, അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ശരിക്കും ഒരുപാട് പേർക്ക് അനുഭവമുള്ളൊരു കാര്യമാണിത്. പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പറയാറില്ല. ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ സ്നേഹിക്കുന്നവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് നമുക്കെല്ലാവർക്കും ആഗ്രഹം. എന്നിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും അതൊരു ഭാരമായി മാറുന്നത്? എന്തിനായി വെറുതെ സംസാരിക്കുന്നത് പോലും നമ്മളെങ്ങനെ തളർത്തുന്നത്? നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കാറുണ്ട്, അല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും, ദേഷ്യം വരുമ്പോൾ പോലും വേണ്ട, ശാന്തമായിരിക്കാം എന്ന് കരുതും. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തോ ഒന്ന് ശരിയാവാത്ത പോലെ, എവിടെ ഒരു മിസ്സിങ്, അല്ലേ? ഇപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ മതി, അത് വഴക്കിൽ ചെന്ന് അവസാനിക്കും. ഒന്നിച്ചിരിക്കുമ്പോൾ പോലും വല്ലാത്തൊരു നിശബ്ദത, നമ്മൾ അറിയാതെ തന്നെ പരസ്പരം അകന്നു പോകുന്ന പോലെ. ഇതൊക്കെ ഒരേ കാര്യമാണ് നമ്മളോട് പറയുന്നത്. യഥാർത്ഥ പ്രശ്നം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോ എന്തായിരിക്കും ഇതിന്റെ ഒരു യഥാർത്ഥ കാരണം? ഇത് നമ്മുടെ കുഴപ്പമാണോ അതോ മറ്റുള്ളവരുടെ കുഴപ്പമാണോ? സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് ഇതിന്റെ ഉത്തരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് കെയർ ഇല്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. സത്യമിതാണ്, ഈ ബന്ധങ്ങളുടെ ഒരു സൈക്കോളജി, അത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ ആരും സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. 2 ഭാഗങ്ങളുണ്ട്. ഇടതുവശത്ത് നമ്മളെ സ്കൂളിലും വീട്ടിലും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങളാ. എന്ത് പറയണം, എന്ത് ശരി, എന്ത് തെറ്റ്, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ. ഇനി വലതുവശത്തേക്ക് നോക്കിക്കേ, നമ്മളെ ആരും പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലെ ഈ ദേഷ്യവും സങ്കടവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, സംസാരം എന്ന് പറഞ്ഞ വെറും വാക്കുകളല്ല, അതൊരു ഫീലാണെന്നുള്ള കാര്യം, ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ വിഷയത്തിന്റെ കാതലിലേക്ക് കടക്കുകയാണ്. എന്താണ് ശരിക്കുമുള്ള കമ്മ്യൂണിക്കേഷൻ? അത് വെറും വാക്കുകൾക്കും അപ്പുറമുള്ള ഒന്നാണ്. ഈ ഒരു വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. മിക്ക വഴക്കുകളും സംഭാഷണങ്ങളിലല്ല തുടങ്ങുന്നത്, അത് നമ്മുടെ ഉള്ളിലാണ് തുടങ്ങുന്നത്. ഇതിൽ തന്നെയുണ്ടെല്ലാം. യഥാർത്ഥ മാറ്റം വരേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അപ്പോ എന്താണ് ഈ ശരിയായ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അത് നമുക്കും മറ്റുള്ളവർക്കും ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് മുൻപ് നമ്മുടെ വികാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ സംസാരത്തിന്റെ രീതിയും നമ്മുടെ ഒരു പ്രസൻസും കൊണ്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമാണ്. ഓക്കേ, അപ്പോ ഈ കഴിവുകളൊക്കെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? അതിന് കൃത്യമായ വഴിയുണ്ട്. ഉള്ളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ബന്ധങ്ങളെ അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു രീതിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇതിനൊരു സിസ്റ്റമാറ്റിക് രീതിയുണ്ട്. 2 പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കുകളിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1 ഒരു കോമ്പിറ്റൻസി മോഡൽ, 2 ഒരു നോളേജ് പെർഫോമൻസ് സിസ്റ്റം. അയ്യോ, ഈ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ടാട്ടോ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിവുകൾ പടിപടിയായി വളർത്തിയെടുക്കുക എന്നതാണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്. 1 അറിവ്, അതായത് നമുക്ക് ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക. 2 കഴിവുകൾ, ആ ഒരു തിരിച്ചറിവ് വെച്ച് എങ്ങനെ കുറച്ചുകൂടി ശാന്തമായിട്ട് പ്രതികരിക്കാം എന്ന് പ്രാക്ടീസ് ചെയ്യുക. 3 മനോഭാവം, ഞാൻ അല്ലെങ്കിൽ എന്റെ ശരി എന്ന ഈഗോയ്ക്ക് പകരം സ്നേഹത്തോടെ മറ്റേയാളെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ തലച്ചോറ്, ശരീരം, പിന്നെ നമ്മുടെ പെരുമാറ്റം, ഇവ 3മായിട്ട് കണക്ട് ചെയ്യാണ്. അതായത് നമ്മുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്ത് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. നമ്മുടെ ശരീരം തരുന്ന ചെറിയ ചെറിയ സിഗ്നലുകൾ, ചിലപ്പോൾ ഒരു ചെറിയ നെഞ്ചിടിപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം, അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുന്നതിനു പകരം ഒന്ന് നിർത്തി, ഒന്ന് ആലോചിച്ച് മറുപടി പറയാൻ നമുക്ക് പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള മാറ്റം നമ്മുടെ പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ ഒരു പരിശീലനം കൊണ്ട് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അത് നിശബ്ദമായ ടെൻഷനുകളിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ഒരു സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്.
ഒരുപക്ഷെ നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിലായിരിക്കും. എപ്പോഴും തെറ്റിദ്ധാരണകൾ, ഇമോഷണലായിട്ട് അകന്നു നിൽക്കുക, പറയാനുള്ളതൊന്നും പറയാതെ ഉള്ളിൽ വെച്ച് വിഷമിക്കുക. അവിടെ നിന്ന് നമുക്ക് ഈയൊരു മാറ്റത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് നല്ല വ്യക്തതയുള്ള, ശാന്തമായി കാര്യങ്ങൾ സംസാരിക്കുന്ന, പരസ്പരം ശരിക്കും മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഒന്നാലോചിച്ചു നോക്കൂ, അത് എത്രത്തോളം മനോഹരമായിരിക്കും, അല്ലേ? ഈയൊരു മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങാം. ഇതൊരു ക്ഷണമാണ്. നിങ്ങളെയും നിങ്ങളുടെ ബന്ധങ്ങളെയും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷണം. ആർക്കൊക്കെയാണ് ഈ യാത്ര ഏറ്റവും പ്രയോജനപ്പെടുക? തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ളൊരു കണക്ഷൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കും കുടുംബങ്ങൾക്കും, ജോലിസ്ഥലത്തും മറ്റും ഇമോഷണൽ ഇന്റലിജൻസ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനും ലീഡർമാർക്കും, പിന്നെ ആന്തരികമായൊരു സമാധാനം തേടുന്ന ഏതൊരു വ്യക്തിക്കും. പോകുന്നതിനു മുൻപ് നമുക്ക് ഈയൊരു ചിന്ത മനസ്സിൽ വയ്ക്കാം. ബന്ധങ്ങൾ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളല്ല, അവ മനസ്സിലാക്കാനുള്ള അനുഭവങ്ങളാണ്. ആ മനസ്സിലാക്കൽ തുടങ്ങേണ്ടത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഈ പിരിമുറുക്കത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്, അകൽച്ചയിൽ നിന്ന് ഒരു നല്ല അടുപ്പത്തിലേക്ക് ഒരു യാത്ര തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ ബന്ധങ്ങളുടെ താക്കോൽ മറ്റെവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്.